നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിളിക്കപ്പെടുമ്പോഴേക്ക് നുരുമ്പി ദ്രവിച്ചുപോയ എല്ലുകളിൽ നിന്ന് എല്ലുകൾ പൂർവസ്ഥിതി പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. എങ്ങനെ? നുരുമ്പി ദ്രവിച്ചുപോയ എല്ലുകൾ, എന്നോ മൺമറഞ്ഞുപോയി ദ്രവിച്ചുപോയ എല്ലുകൾ, ആ എല്ലുകൾ അതിന്റെ സമീപത്ത് വെച്ച് മുഹമ്മദ് എന്ന പേര് പറഞ്ഞാൽ തന്നെ ആ എല്ല് അല്ലെങ്കിൽ ആ നുരുമ്പി ദ്രവിച്ചുപോയ വസ്തു അതിന്റെ പൂർവ്വസ്ഥിതിയിലായിട്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത്രയും പവറുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പക്ഷേ അത് ലോകത്തിന്റെ ഘടനക്കും ലോകത്തിന്റെ സുസ്ഥിരമായ ഘടനക്കും വിഘ്നമാകും എന്ന് എല്ലാം അറിയാവുന്ന അല്ലാഹു തആല മനസ്സിലാക്കിയത് കൊണ്ട് ആ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തു വെച്ച സർവ്വമഹത്വങ്ങളും അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള മുഅ്ജിസാത്തുകളോ അമാനുഷികതകളോ അല്ലാഹു പ്രകടമാക്കിയിട്ടില്ല. അത് വരാനുള്ളത് അടുത്ത നാട്ടിലാണ്. അല്ലാഹു തആല കാണാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതങ്ങളുടെ മായാ പ്രപഞ്ചത്തിലേക്ക്, അത് സ്വർഗീയ ലോകത്ത് അവിടെ വെച്ച് മുത്ത് ഹബീബിന്റെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ എങ്ങാനും അല്ലാഹു തആല ആ രീതിയിൽ കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ഒരു അതിശയോക്തി എന്ന വാക്കൊന്നുമല്ല. കാരണം ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം മരിച്ചു കിടക്കുന്ന ആളെ വിളിച്ചിട്ട് യാ അല്ലാഹ് ഖും എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിച്ച ചരിത്രങ്ങളുണ്ട്. അതുപോലെ പല അമ്പിയാക്കളും അങ്ങനെ അത്ഭുതം കാണിച്ച ചരിത്രങ്ങളുണ്ട്. മരിച്ചു ദ്രവിച്ചുപോയ ഖബറുകളിൽ നിന്ന് ആളുകളെ ജീവിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്വത്തിനനുസരിച്ച് അല്ലാഹു തആല പദവി കൊടുത്തിട്ടില്ല എന്നല്ല, വെളിവാക്കിയിരുന്നുവെങ്കിൽ, കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റൂല, ഇവിടെ വെളിവാക്കിയിരുന്നുവെങ്കിൽ നബി തങ്ങളെ നേരിട്ട് വന്ന് വിളിക്കേണ്ടതില്ല. ഖബർസ്ഥാനിൽ പോയിട്ട് ഒരു സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോഴേക്ക് ആ ഖബർസ്ഥാനിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബറുകളിൽ നിന്ന് വരെ അതിൽ മൺമറയപ്പെട്ട ആളുകൾ പൂർവ്വസ്ഥിതി പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതിനു മാത്രം പവർ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിശദീകരണം വഴിയെ വരും. അടുത്ത ബൈത്തിലേക്ക് നീങ്ങാം. ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമീ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിനോട് നേർക്കുനേരെ കടപിടിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അവിടെ നിന്ന് പ്രകടിപ്പിച്ചില്ല. അതിനോട് യോജിച്ചുകൊണ്ടാണ് ഇമാം ബുസീരി തങ്ങൾ അടുത്ത വരി പറയുന്നത്, ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി. ലം യംതഹിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരീക്ഷിച്ചിട്ടില്ല. ബിമാ തഅയൽ ഉഖൂലു ബിഹി, ബുദ്ധിക്ക് വഴങ്ങാത്ത കാര്യങ്ങളെ കൊണ്ട്, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ പ്രകടമാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങാനും ദൃഷ്ടാന്തം കാണിക്കാൻ തീരുമാനിച്ചാൽ നമ്മളൊക്കെ എങ്ങനെ ഭ്രാന്തന്മാരായി പോകും. കാരണം നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇമാം ബുസീരി തങ്ങൾ പറയുന്നു, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരീക്ഷിച്ചില്ല. കാരണം അത് മുത്തുനബി തങ്ങൾക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടല്ല. ഹിർസുൻ അലൈന, നമ്മോടുള്ള വല്ലാത്ത ആ ഒരു സ്നേഹവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോടുണ്ടായിരുന്ന ആ ഒരു താല്പര്യവും അവിടുത്തെ ആ ഒരു മുൻകരുതലും ആയിട്ടാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനുഷികതകൾ ഇവിടെ പ്രകടിപ്പിക്കാതിരുന്നത്. എന്നാൽ തന്നെ അല്ലാഹു തആല കൊടുത്ത പലതും തന്നെ അതിന്റെ മുന്നിൽ തന്നെ ബുദ്ധികളൊക്കെ മരവിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വിശദീകരിക്കണം എന്നറിയാതെ. അപ്പോ കുറച്ചുകൂടി പവറുള്ളത് ഇവിടെ പ്രകടിപ്പിച്ചാലോ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധി അതിന്റെ മുന്നിൽ തോറ്റുപോകുന്നൊരവസ്ഥ വരും, ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ആ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫലം നിർത്തബ് വലം നഹിമി, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതോ അവിടുന്ന് കൊണ്ടുവന്നതോ അവിടുന്ന് നമുക്ക് വേണ്ടി സമർപ്പിച്ചതോ ആയ ഒരൊറ്റ വിഷയത്തിലും നമുക്കൊരു സംശയവും ബാക്കിയില്ല. കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ
നമ്മെ ഇട്ട് വട്ടം കറക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആളങ്ങനെ ഇട്ട് വട്ടം കറക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അവിടുന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നത് കൊണ്ട് തന്നെ ഫലം നിർത്തബ്, മുഅ്മിനീങ്ങളായ നമ്മൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സംശയിച്ചിട്ടില്ല. വലം നഹിമി, എന്തെങ്കിലും വിഷയങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടും ഇല്ല. പക്ഷേ അയൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ للقرب والبعد فيه غير منفهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ ഒരു മഹാസംഭവം അതെന്താണ്? ആ ചോദ്യത്തിന് മറുപടിയില്ല, മറുപടി പറയാൻ കഴിയില്ല. എന്താണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെന്താ സാധനം? അവിടുത്തെ യഥാർത്ഥത്തിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നത് മനുഷ്യനെ കൊണ്ട് മറുപടി പറയാൻ കഴിയാത്തൊരു ചോദ്യമാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അയൽ വറ, എല്ലാ ജനങ്ങളും മുഴുക്കയും, ജനങ്ങളും മുഴുവനും അശക്തരായിട്ടുണ്ട്. വറ എന്നുള്ള പ്രയോഗം ജനങ്ങൾ മുഴുക്കെ പ്രയോഗിക്കുന്നതിനാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ജിന്നുകൾ കൂടി അതിൽ ഉൾപ്പെടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വേറെ ഉണ്ട്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ജിന്നുകളും കൂടി ഉൾപ്പെടുന്നുള്ള സംഗതി റെഡിയാണ്. ലോക ജനങ്ങളും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ അയൽ വറ, മുഴുവൻ ആളുകളും പകച്ചുപോയിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു, അശക്തരായിരിക്കുന്നു. ഏത് വിഷയത്തിൽ? ഫഹ്മു മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി മുഴുവൻ ആളുകളെയും അശക്തരാക്കിയിരിക്കുന്നു. ഫഹ്മു മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കുന്ന വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ലോകത്തെ മുഴുവൻ ആളുകളെയും അശക്തരാക്കിയിരിക്കുന്നു, കഴിവുകളിലാക്കിയിരിക്കുന്നു. ആർക്കും കഴിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് പറയാനും മനസ്സിലാക്കാനും. ഫലൈസ യുറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം കാണിക്കപ്പെട്ടിട്ടില്ല. ലിൽ ഖുർബി വൽ ബുഅദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമകാലികരായ ആളുകൾക്ക്, സമീപത്ത് താമസിച്ചവർക്കോ അല്ലെങ്കിൽ വിദൂരതയിൽ, അനം കൊണ്ടായാലും ദേശം കൊണ്ടായാലും സമീപത്തുള്ളവർക്കും വിദൂരത്തുള്ളവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപകാലത്തുള്ളവരായാലും അവിടുന്ന് ഒരുപാട് കാലശേഷമുള്ളവരായാലും സമീപ നാട്ടിലുള്ളവരായാലും വിദൂരദേശത്തുള്ളവരായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗ്രഹിക്കാൻ കഴിയാതെ ഇങ്ങനെ അന്തം വിട്ട് നടക്കുന്ന ആളുകൾ മാത്രമേ ലോകത്തിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യത്തെ, അവിടുത്തെ എന്താണ് മുത്തുനബി എന്നതിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അവിടുത്തെ സമീപസ്ഥരായാലും അവിടുന്ന് വിദൂരത്തായ ആളുകൾ, അത് കാലം കൊണ്ടായാലും ദേശം കൊണ്ടായാലും വിദൂരത്തായവരെ കുറിച്ച് പറയേണ്ടതില്ല. സമീപത്തുള്ളവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരിലൊക്കെ പരിശോധിച്ചാലും അവിടുത്തെ മനസ്സിലാക്കുന്നതിൽ മനസ്സിലാക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആളുകളെ അല്ലാതെ കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അയൽ വറാ ഫഹ്മു മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കുക എന്നത് ലോകത്തെ മുഴുവൻ അശക്തമാക്കി കളഞ്ഞിട്ടുണ്ട്. ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി, സമീപസ്ഥരിൽ നിന്നും വിദൂരത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന വിഷയത്തിൽ കഴിവുകേട് സമ്മതിച്ച് തോറ്റു പിന്മാറി നിൽക്കുന്നവരെ മാത്രമേ ലോകത്തിന് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാത്തൊരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തങ്ങള്, كالشمس تظهر للعينين من بعدي صغيرة وتكل الطرف من أمامي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉദാഹരണത്തിലൂടെ ഇമാം ബൂസീരി തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാണ്. ഏതുപോലെയാണ്? കശ്ശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറതൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏതുപോലെയാണ്? മുത്തുനബി തങ്ങളെ സൂര്യൻ പോലെ എന്നല്ല, അവിടുത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷയം ഏതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്? കശ്ശംസി തൽഹറു ലിൽ ഐനൈനി, രണ്ട് കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷമാകുന്ന സൂര്യനെ പോലെ, മിൻ ബുഅദിൻ,
വിദൂരതയിൽ നിന്ന് സ്വഗീറത്തൻ, ചെറുതായിട്ട്. നമ്മൾ ഇവിടുന്ന് എത്രയോ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഉദിക്കുന്ന ജ്വലിക്കുന്ന സൂര്യനെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ ഒരു വട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ചെറിയ വലുപ്പത്തിന് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. എന്നാലോ സൂര്യന്റെ അടുത്തേക്ക് ഒരാൾ പോകാൻ തീരുമാനിച്ചാലോ, സൂര്യൻ നല്ലോണം കാണണമെന്ന് വിചാരിച്ചിട്ട് വലുതായി കാണണമെന്ന് വിചാരിച്ച് അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? തുകില്ലു ത്വർഫ മിൻ അമമി, സൂര്യനെ അടുത്ത് കാണണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണിന്റെ കാഴ്ച പോലെ നഷ്ടപ്പെടുത്തി കളയും, കണ്ണിനെ കണ്ണഞ്ചിപ്പിച്ചു കളയും എന്നാ പറയുന്നത്. കണ്ണിനെ അത് സൂര്യന്റെ പ്രകാശം ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കണ്ണിനെ അത് അശക്തമാക്കി കളയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിദൂരതയിൽ നിന്ന് കാണുന്ന സൂര്യനെ പോലെയാണ് നമ്മളൊക്കെയും കണ്ടത്. നമ്മൾ നല്ല സ്വഹാബാക്കൾ തന്നെയും കണ്ടത്. പിന്നല്ലേ നമ്മള്, അവർ പോലും കണ്ടത് അങ്ങനെയാണ്. യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യാഥാർത്ഥ്യം കാണാൻ അവർക്കൊന്നും അവസരം ലഭിച്ചിട്ടില്ല. വിദൂരതയിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തറിയണം എന്നങ്ങോട്ട് തീരുമാനിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് അടുത്തേക്ക് കയറി ചെന്നാൽ കണ്ണ് മഞ്ഞളിച്ചു പോകും. എന്ന് പറഞ്ഞാൽ സൂര്യന്റെ അടുത്തേക്ക് സൂര്യനെ നന്നായി കാണണമെന്ന് വിചാരിച്ച് അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോകും എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് അറിഞ്ഞ് ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞൊരാൾ തീരുമാനിച്ചിറങ്ങിയാൽ അവന്റെ ബുദ്ധിയുടെ സ്ഥിരത പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ പറയുന്നത്. എന്നിട്ട് അതിന് കാരണവും പറയാണ്. വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽഹുലുമി. വകൈഫ യുദ്രികു ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ച് എങ്ങനെ കണ്ടെത്താനാണ് ഹഖീഖതഹു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന യാഥാർത്ഥ്യത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് മുത്തുനബി എന്ന ചോദ്യത്തിന്റെ മറുപടി ദുനിയാവിൽ വെച്ച് എങ്ങനെ കണ്ടെത്താനാണ്? ഖൗമുൻ, ഒരു ടീം. ആ ടീമിന്റെ അവസ്ഥ എന്താണ്? നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി, കേവലം സ്വപ്നലോകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന ഒരു സംഘം ആളുകൾ അല്ലെ. നമ്മളിപ്പോ സ്വപ്നത്തിൽ ഇങ്ങനെ പലതും കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ കാണുന്നതിനോട് തുല്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതാവസ്ഥയും നമ്മൾ മനസ്സിലാക്കുന്ന വിഷയങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. ലോകം മുഴുവനും ഉറക്കിലാണ്. ഒരു പ്രത്യേക തരം സ്വപ്നത്തിൽ അങ്ങനെ ലയിച്ചു കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രത്യേക തരം സ്വപ്നത്തിൽ ലയിച്ചു കിടക്കുന്ന ഒരു ടീമിന് എങ്ങനെയാണ് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ഒരാൾക്ക് സ്വർഗം ഒരാളിങ്ങനെ സ്വപ്നം കാണണം. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുറക്കുന്നില്ല, അവൻ ഉറക്കത്തിൽ തന്നെയാണ്. അതേസമയം അവന്റെ തൊട്ടു മുന്നിൽ സ്വർഗത്തിന്റെ യാഥാർത്ഥ്യ രൂപം അങ്ങനെ കത്തിലെങ്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ കണ്ണു തുറക്കുന്നതിന് മുൻപ് യാഥാർത്ഥ്യ സ്വർഗത്തെ എങ്ങനെ കാണാനാണ്? സ്വർഗത്തിന്റെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കാനാണ്? ആളിപ്പോഴും സ്വപ്നലോകത്താണുള്ളത്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ ലോകത്താണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അതൊക്കെ കുറച്ച് ആഴത്തിൽ വിശദീകരിക്കേണ്ട വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ വരും. യാഥാർത്ഥ്യത്തിന്റെ ലോകമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. നമ്മുടേതോ സ്വപ്നത്തിൽ അഭിരമിക്കുന്ന ലോകം. അപ്പൊ കേവലം സ്വപ്നവും കണ്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇമാം ബൂസീരി തങ്ങൾ പറയുന്നത്. എന്നിട്ട് അവസാനം അവിടെ നിന്ന് തോറ്റു. ഇനി പറയാൻ കഴിയില്ല, ഒന്നും ഇനി പറയാനില്ല. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി. ഫമബ്ലഗുൽ ഇൽമി ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചിട്ട് പറയുമ്പോൾ അതിന്റെ അങ്ങേ അറ്റം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്രയാണ്? മദ്ഹിൽ ഇമാം ബൂസീരി തങ്ങളുടെ ഖസീദത്തുൽ ബുർദയെ കുറിച്ച് ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്. അവിടുത്തെ മദ്ഹിലെ ഏറ്റവും പാരമ്യത്തിലെത്തി നിൽക്കുന്ന, ഏറ്റവും ഉത്തുംഗതയിൽ എത്തി നിൽക്കുന്ന വരിയാണ് ഖസീദത്തുൽ ബുർദയിലെ 51ാമത്തെ വരി. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നടന്ന പഠനത്തിൽ അതിന്റെ അങ്ങേയറ്റം പറയുകയാണെങ്കിൽ അന്നഹു ബശറുൻ, അവിടെ നിന്നൊരു മനുഷ്യൻ തന്നെയാണ്.
അതൊരു വല്ലാത്ത പ്രയോഗമാണത്. തോറ്റ് പിന്മാറുന്ന പ്രയോഗമാണ്. പറയാൻ തീരുമാനിച്ചു, മുത്തുനബിയെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ പദവികളും മഹത്വങ്ങളും അവിടുത്തെ സൗന്ദര്യവും അതിങ്ങനെ പഠിച്ചു 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 പഠിച്ച് ചെന്നെത്തി നിൽക്കുമ്പോൾ അവസാനം എന്ത് പറയാൻ കഴിയും? മുത്തുനബി ഒരു മനുഷ്യനാണ്, ബസ് അത്ര തന്നെ. അതിലപ്പുറം ഇനി എന്താണ് പറയാന്നറിയില്ല. ആ ഒരവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുസീർ റളിയല്ലാഹു അൻഹു ഈ വരി രചിക്കുമ്പോൾ തന്നെയും അവിടുന്ന് പകച്ചു പോയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. വരിയുടെ ബാക്കി എന്ത് ചേർക്കണമെന്നറിയാതെ അവിടുന്ന് പകച്ചുപോയി എന്നും. അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കി പൂർത്തീകരിച്ചു കൊടുത്തു. എന്ത്? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. പഠിച്ചറിഞ്ഞ് അങ്ങേയറ്റത്തെത്തിയാ പറയാൻ പറ്റുന്ന ഒന്നെന്താണ്? സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അതിലപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാൻ, ഇനി എന്ത് ബാക്കി എന്ത് പറയണമെന്നറിയാതെ ഇമാം ബൂസീരി തങ്ങൾ പകച്ചു നിന്നപ്പോൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ ബാക്കി പറഞ്ഞു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിലും അത്യുന്നതരാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസീരി തങ്ങൾ അവിടുത്തെ ഖസീദത്തുൽ ബുർദക്കിടയിൽ ചേർക്കാൻ വേണ്ടി സ്വലാത്ത് ഉണ്ടാക്കിയപ്പോ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം, ഖൈറുൽ ഖൽഖി കുല്ലിഹിം എന്നുള്ള ആ വാക്ക് വെച്ചുകൊണ്ട് സ്വലാത്ത് ഉണ്ടാക്കാൻ കാരണം വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന ആ വരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ ചേർത്ത് വെച്ചു കൊടുത്ത വരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുർദക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയ പല പണ്ഡിതന്മാരും പല കിതാബുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് 52ാമത്തെ വരി മുതൽക്ക് അത് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിനി ആ ഭാഗത്തേക്ക് കടന്നാൽ ഒരു വഖഫിലെത്തിക്കാൻ നമുക്ക് സമയം തികയില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വകുല്ലു ആയിൻ അത്തർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമത് മിൻ നൂരിഹി ബിഹിമി എന്ന 52ാമത്തെ വരി മുതൽക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് ഇമാം ബൂസീരി തങ്ങളുടെ വരികൾ അതിന് അർത്ഥവും സാരവും ഒക്കെ പറയുമ്പോൾ ഉസ്താദുമാർ പറഞ്ഞു തന്നതും അതുപോലെ കിതാബുകളിൽ നമ്മൾ കണ്ടതും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതൊക്കെ എടുത്തു വെച്ച് പറയുമ്പോൾ അത് നമ്മുടേതായ ഒരു ഭാഷയിൽ പറയുമ്പോൾ എത്രയോ ചുരുങ്ങിപ്പോകുന്നുണ്ട്, എത്രയോ ചെറുതായി പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ബുർദ എന്നാരും മനസ്സിലാക്കരുത്. ഇതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് ഖസീദത്തുൽ ബുർദ. നമ്മുടെ വളരെ ചെറിയ അറിവും വളരെ ചെറിയ ബുദ്ധിയും അതിലേറെ ചെറിയ അവതരണ കഴിവും വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നതും വിശദീകരിക്കുന്നതും ഒക്കെ. ഈ കൂട്ടത്തിൽ ഒരുപാട് വലിയ വലിയ ഉസ്താദുമാരുണ്ട്, വിശദമായ ഗഹനമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയവർ. പക്ഷേ ഒരു ചെറിയ ഒരു ശ്രമം, എട്ടുകാലി ഇങ്ങനെ വല നെയ്യുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി പരാമർശിച്ച വീടാണല്ലോ ബൈത്തുൽ അങ്കബൂത്ത്. സംഭവം വളരെ ദുർബലമാണ് വീടെങ്കിലും എട്ടുകാലിയുടെ ശ്രമങ്ങൾ അത് മനുഷ്യൻ ജീവിതത്തിൽ നമ്മളൊക്കെ പകർത്തേണ്ടതാണ്. എട്ടുകാലി വല നെയ്യുന്ന സമയത്ത് പ്രധാനമായി ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കോണുകളിൽ ഇങ്ങനെ നൂല് വെച്ചിട്ട് പിന്നെ അതിന്റെ സെൻട്രൽ ഒരു കേന്ദ്രബിന്ദുവാക്കി വെച്ചിട്ട് അങ്ങനെ അതിലൂടെ ഇങ്ങനെ നൂലുകൾ വെക്കും. എങ്ങനെ ആ നൂലുകൾ ഇങ്ങനെ വിലങ്ങിനിങ്ങനെ വെച്ച് 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 പിന്നെ ഓരോ നൂലിൽ നിന്ന് അടുത്ത നൂലിലേക്ക് ഇങ്ങനെ ചാടി ചാടിയാണ് എട്ടുകാലി വല നെയ്ത് പൂർത്തിയാക്കുന്നത്. പലപ്പോഴും ആ ചാട്ടം അടുത്ത നൂലിലേക്ക് എത്തൂല, പക്ഷെ തോറ്റ് പിന്മാറൂല. അങ്ങനെ ചാടി 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 വല നെയ്ത് പൂർത്തിയാക്കുകയാണ്. എന്നതുപോലെ ചെറിയ ഒരു ചാട്ടം നടത്തി നോക്കുകയാണ്. കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അബദ്ധങ്ങൾ മനസ്സിലാക്കി വെച്ചതുണ്ടെങ്കിൽ തിരുത്താനും ഒക്കെ ഇതൊരു കാരണമാകും എന്നുള്ള നിലക്കാണ് ഈ ചെറിയ ശ്രമം നടത്തുന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഖസീദത്തുൽ ബുർദ പൂർണ്ണമായി നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരുടെ സ്നേഹപൂർണ്ണമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് രണ്ടാമതും ഖസീദത്തുൽ ബുർദ തന്നെ ക്ലാസ് എടുക്കണമെന്ന നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇപ്പൊ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹുവിന്റെ അവിടുന്ന് രചിച്ച വരികൾ. എടാ ഹംക്കെ, ഞാൻ എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഈ വരികളൊക്കെ രചിച്ചത്, നീ ഇപ്പൊ അത് പറഞ്ഞിത്ര ചെറുതാക്കിയോ എന്ന് ചോദിച്ചിട്ട് നമ്മോട് കുറെയൊക്കെ ശ്രമങ്ങൾ നടത്തിയല്ലോ എന്ന്
പറഞ്ഞുകൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അത് പഠിക്കാനും അത് കേൾക്കാനും ഒക്കെ നീ ഒരു അവസരം കണ്ടെത്തിയല്ലോ എന്ന് ഈ കേൾക്കുന്ന സാധുവായ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇമാം ബുസീർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു സന്തോഷം ലഭിക്കാനുള്ള കാരണമായി അള്ളാഹു നമ്മുടെ ഈ സംസാരവും ഈ ഒത്തുചേരലൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഏൽപ്പിച്ചവർ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഖൈറാത്തുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയുണ്ടോ, സംഭവിക്കുന്നത് ഭയപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എല്ലാ വിഷയങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് ഒന്ന് സംഭവിച്ചെങ്കിൽ, ഒന്ന് ലഭിച്ചെങ്കിൽ, ഒന്ന് നടന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം അള്ളാഹു ഖൈറായ നിലക്ക് അള്ളാഹു നടത്തിത്തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് പൂർണ്ണ സന്തോഷവും റാഹത്തും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. 5:30 ടൈം ആയിട്ടുണ്ട്. ടൈം ആയതുകൊണ്ട് അങ്ങോട്ട് ഇട്ടെറിഞ്ഞ് പോവുക എന്നുള്ളതല്ല, ബഹുമാനപ്പെട്ട റാഫി അമാനി ഉസ്താദ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 52ാമത്തെ വരി മുതൽക്ക് അടുത്ത ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം 4:30 ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി വിനീതന്റെ പ്രാർത്ഥനയുണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാം കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.